ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം. ജോസഫിനെ വിൽക്കുന്നു. യാക്കോബ് തന്റെ പിതാവ് പരദേശിയെ പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരോടുകൂടെ ആടുമേയ്ക്കുകയായിരുന്നു. അവൻ തന്റെ പിതാവിന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഹായുടെയും മക്കളുടെ കൂടെയായിരുന്നു. അവരെപ്പറ്റി അശുഭവാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നതെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴതാ 7 കറ്റകൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റുമെന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റെ താണു വണങ്ങണമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കേമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആട് മേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്. ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു, നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെ എന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം. ജോസഫിനെ അവൻ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ഷെക്കേമിലേക്ക് പോയി. അവൻ വയലിൽ അലഞ്ഞു തിരിയുന്ന കണ്ട് ഒരാൾ അവനോട് ചോദിച്ചു, നീ അന്വേഷിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് ആട് മേയ്ക്കുന്നത്? ദയവായി പറഞ്ഞു തരിക. അവൻ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാമെന്നവർ പറയുന്നത് ഞാൻ കേട്ടു. സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവേ, നമുക്ക് അവനെ കൊന്നു കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു നിന്ന് പറയുകയും ചെയ്യാം. അവൻ്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. റൂബൻ ഇത് കേട്ടു. അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലേണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ കുഴിയിൽ തള്ളിയിടുക, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകൊപ്പായം ഊരിയെടുത്തു. അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഗിലെയാദിൽ നിന്ന് വരുന്ന ഇസ്മായേലിയുടെ ഒരു യാത്രാസംഘത്തെ കണ്ടു. അവർ സുഗന്ധപ്പശയും പരിമളദ്രവ്യങ്ങളും കുന്തിരുക്കവും ഒട്ടപ്പുറത്തേറ്റ് ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? വരുവിൻ, നമുക്കവനെ ഇസ്മായേലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറേ മിദ്യാൻ കച്ചവടക്കാർ ആ കഴി കടന്നുപോയി. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. എന്നാൽ ജോസഫ് കുഴിയിലില്ലായിരുന്നു. അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്തിന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാനിനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായം എടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി. കൈനീളമുള്ള നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകെട്ടി. ഇത് അങ്ങയുടെ മകൻ്റേതാണോ അല്ലയോ എന്ന് നോക്കുക. അവൻ അത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇതെൻ്റെ മകൻ്റെ കുപ്പായമാണ്. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു. ജോസഫിനെ അത് കടിച്ചു കയറി കാണും. യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്തു. വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു. ഇതിനിടെ മിദ്യാൻകാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു. ജോബിൻ്റെ പുസ്തകം 27 28 അധ്യായങ്ങൾ. ജോബ് തുടർന്നു, എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണ്, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്. എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം, ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിലുള്ളിടത്തോളം കാലം എൻ്റെ അധരം വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടുകയില്ല. നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും, അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല.
എൻ്റെ ഹൃദയം കഴിഞ്ഞുപോയൊരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എതിരാളി അധർമ്മിയെപ്പോലെയും ആയിരിക്കട്ടെ. ദൈവം അധർമ്മിയെ വെട്ടിനീക്കുമ്പോൾ, അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവ്വശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും. സർവ്വശക്തൻ്റെ ഉദ്ദേശം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ. എന്നിട്ട് നിങ്ങൾ വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവ്വശക്തിയിൽ നിന്ന് ലഭിക്കുന്ന അവകാശം ഇതത്രേ. അവൻ്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിന് ഇരയാകാൻ വേണ്ടിയാണ്. അവൻ്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും. അവരുടെ വിധവകൾ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കള്ളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നുകൂട്ടാമെന്നേയുള്ളൂ. നീതിമാന്മാർ അത് ധരിക്കും, നിഷ്കളങ്കർ വെള്ളി പങ്കിടും. അവൻ്റെ ഭവനം ചിലന്തിവല പോലെയും കാവൽക്കാരൻ്റെ മാടം പോലെയുമാണ്. ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു, എന്നാൽ ഇനി ഒരിക്കലും അവൻ അങ്ങനെ കഴിയുകയില്ല. ഉണരുമ്പോഴേക്കും അവൻ്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും. വെള്ളം പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും. രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്തു. അവൻ പോയി. സ്വസ്ഥാനത്ത് നിന്ന് അവനത് നീക്കിക്കളയുന്നു. അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റടിക്കുന്നു. അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു. അത് അവൻ്റെ നേരെ കൈകൊട്ടുകയും അവൻ്റെ നേരെ സിൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണ്ണ ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇരുമ്പ് ഭൂമിയിൽ നിന്ന് എടുക്കുന്നു, ചെമ്മ് അതിൻ്റെ അയിരിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടും തമസിൻ്റെ അങ്ങേ അതിർത്തിയിൽ അയരിനു വേണ്ടി തിരിയുന്നു. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ നിന്ന് അവർ ഖനികൾ കുഴിക്കുന്നു. അവരെ യാത്രക്കാർ വിസ്മരിച്ചുപോയി. അവർ മനുഷ്യരിൽ നിന്ന് അകലെ ഖനികളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു, എന്നാൽ അതിൻ്റെ അധോഭാഗം അഗ്നിയാലെന്ന പോലെ തിളച്ചു മറയുന്നു. അതിൻ്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണ്ണത്തരികളുമുണ്ട്. കഴുകൻ ആ വഴി അറിയുന്നില്ല, പ്രാപ്പുടിയൻ അത് കണ്ടിട്ടില്ല. ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല, സിംഹവും അതിലെ പോയിട്ടില്ല. മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു, അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു. പാറയിൽ അവർ ചാലുകൾ കീറുന്നു. വിലപിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു. വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണക്കെട്ടുന്നു. മറിഞ്ഞിരുന്ന് അവൻ പുറത്തെടുക്കുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും? അറിവിൻ്റെ സ്ഥാനം എവിടെ? അങ്ങോട്ടുള്ള വഴി മനുഷ്യൻ അറിയുന്നില്ല. ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടുകിട്ടുകയുമില്ല. അഗാധത പറയുന്നു അത് എന്നിലില്ല. സമുദ്രം പറയുന്നു അത് ഇവിടെയില്ല. സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല. വെള്ളി തൂക്കിക്കൊടുത്താലും അതിൻ്റെ വിലയാവുകയില്ല. ഓഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേതകവും അതിൻ്റെ വിലയ്ക്ക് തുല്യമല്ല. സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല. തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല. പവിഴത്തിൻ്റെയോ പളുങ്കിൻ്റെയോ പേര് പറയുക പോലും വേണ്ട. ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. എത്യോപ്യയിലെ പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. തങ്കം കൊണ്ടും അതിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആകാശപ്പറവുകൾക്കും അത് അഗോചരമാണ്. നരകവും മരണവും പറയുന്നു, ഞങ്ങൾ അതേപ്പറ്റി കേട്ടിട്ടേയുള്ളൂ. അതിലേക്കുള്ള വഴിയും അതിൻ്റെ ആസ്ഥാനവും ദൈവം അറിയുന്നു. എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു. ആകാശത്തിന് കീഴുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു. അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ, മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു മാർഗവും നിർണയിച്ചപ്പോൾ, അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് അതിൻ്റെ ആഴം അളക്കുകയും മൂല്യം നിർണയിക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അയൽക്കാരനോടുള്ള കടമകൾ. കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത്. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും. നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിനക്ക് നന്മ ചെയ്യാൻ കഴിവുള്ള, അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്.